ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ തിരിച്ച് പൊടിയാട്ട് വീട്ടിലെത്തിയിട്ടുള്ള വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പോകുന്ന സമയത്ത് തിരുമ്പിട്ടൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പം മടക്കി വെക്കാനൊന്നും ഒഴിവില്ലാത്തതുകൊണ്ട് വേഗത്തിൽ ഈ ഒരു പടിമ കൊടുന്നിട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ഒരു വഴിക്ക് പോകണേക്കാട്ടിലുള്ള കഷ്ടപ്പാടാണ് തിരിച്ച് വന്നാൽ അതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുക എന്നുള്ളത്. ഇവിടെ പിന്നെ എത്ര ഒതുക്കി പെറുക്കി വെച്ചിട്ടും കാര്യമില്ല, തിരിച്ച് ഞങ്ങൾ വരുമ്പോഴത്തിന് അതെങ്ങനായാലും അലങ്കോലപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മക്കളുടെ ഡ്രസ്സാണ് കേട്ടോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ അവർക്ക് ഞാൻ ആദ്യം ആൾമറയിലൊക്കെ നല്ല രീതിയിൽ മടക്കി വെച്ചിട്ടൊക്കെ തന്നെയായിരുന്നു അവരത് റെഡിയാക്കി വെക്കൽ. അപ്പോൾ അത് ഞാൻ ഓലൊന്ന് പോയെടുത്ത് ആകുമ്പോഴത്തേന് ആകെ വലിച്ചിട്ട് പിന്നെ എനിക്ക് അതിനൊരു പണിയാവും. എപ്പോഴും അത് മടക്കി വെക്കുക, ഓല് വലിച്ചിടുക, മടക്കി വെക്കുക, ഓല് വലിച്ചിടുക. അപ്പോൾ എന്താട്ടി ഞാനിതുപോലെ ഒരു കൊട്ടയിലാണ് അവരുടെ ഡ്രസ്സൊക്കെ ഇടാറുള്ളത്. അതായത് വീട്ടിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ ഒരു കൊട്ടയിലാണ് കേട്ടോ ഇടാറുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം അതിൽ നിന്ന് ഓലത് സെലക്ട് ചെയ്ത് കണ്ട് വേഗം അതാക്കി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മടക്കാനുള്ളത് മടക്കി കഴിയും. പിന്നെ ഞാൻ കിട്ടണ വലിയ ഇതൊക്കെ വേഗം എടുത്ത് മടക്കി വെക്കുകയാണ്. നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ ഉണ്ടല്ലോ, തിരിച്ച് വന്നാലുള്ള എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ മടക്കി വെക്കാനുള്ളത്. അപ്പോൾ ഞാൻ ഈ പണിയൊക്കെ ചെയ്യുന്നത് രാത്രി 10 മണിയൊക്കെ ആയ സമയത്താണ് കേട്ടോ. അവരൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുറേ മടക്കാനുള്ളത് കൊണ്ട് തന്നെ മടക്കി ലാസ്റ്റായപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞ് നിങ്ങൾ എടുത്തേക്കുക, ഇൻ്റെത് ഞാനും എടുത്തേക്കുക. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ആണ് കേട്ടോ പിന്നെ ഇതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ മടക്കി വെക്കലൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഇത്. അപ്പോൾ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഉച്ചക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിതൊരു 11 മണി സമയത്താട്ടോ പിന്നെ എടുക്കുന്ന വീഡിയോ. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് പൊരിച്ചിട്ട് മക്കൾക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് അവിടെ 2 പാത്രം കൂടി കഴുകാനുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ വെച്ച തക്കാളിക്കറി ഉണ്ടായിരുന്നു ഉച്ചക്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ആ ഒരു ചട്ടി എടുത്തിട്ട് വേണം കേട്ടോ ചിക്കൻ പൊരിക്കാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടുത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി. അങ്ങനെ പാത്രം മോറലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ രാവിലത്തെ തക്കാളിക്കറി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ലഞ്ച് നമുക്ക് വരുന്നത്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ പിന്നെ ഇതാ ഈ ഒരു ചിക്കൻ്റെ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ തന്നെ അവർ ചോറ് കഴിക്കും. അപ്പം അങ്ങനെ ഇപ്പോൾ അതാ അതൊക്കെ റെഡിയാക്കി. ഇനിയിപ്പോൾ മേശമ്മേലൊന്ന് തുടച്ചെടുക്കുകയാണ്. അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഇതാ ചെറിയ ആൾ ഉറങ്ങുന്ന സമയമായപ്പോൾ തന്നെ ഇപ്പോൾ വേഗത്തിൽ ഉണരുന്നതിന് മുന്നേ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ രാവിലെ വെച്ച് ഉപ്പേരിയുണ്ട്, അതുപോലെ തന്നെ തക്കാളി കറിയും, പിന്നെ ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ഇന്നത്തെ ഫുഡ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോയെ കുറിച്ചിട്ടുള്ളൊരു കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്തുകയും ചെയ്യാം. പിന്നെ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.